ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്നേ ഞാനൊരു ബ്രൗണി റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ട് ന്യൂട്ടെല്ല ഫില്ലിങ്സ് കൊടുത്തുള്ള ബ്രൗണിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 150 ഗ്രാം ബട്ടർ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ബട്ടർ ഞാൻ ഈ ഒരു ബൗളിൻ്റെ അടിഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെൽറ്റ് ചെയ്യുമ്പോൾ ആദ്യം ബട്ടർ മെൽറ്റ് ആവുമല്ലോ, അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 250 ഗ്രാം ടു 300 ഗ്രാം, ഒരു 300 ഗ്രാം തന്നെ എടുത്തോളൂ. ഇത് ഞാൻ എടുക്കുന്ന അളവെന്ന് പറയുന്നത് 1.5 kg, അതായത് 1.5 kg ചെയ്യുന്ന കേക്കിൻ്റെ ടിന്നുണ്ടല്ലോ, അതിൽ ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് കുറച്ച് ഹൈറ്റ് വേണം, അതിനാണ്. 1 kgക്ക് എത്ര വേണമെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ വേണ്ടത് 1.5 കപ്പ് മൈദയാണ്. 1.5 കപ്പ് മൈദയും ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ കൂടി കൊക്കോ പൗഡറൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഡാർക്ക് കൊക്കോ പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അപ്പോൾ അതൊന്ന്, പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ ഒന്നും ആവശ്യമില്ല, അത് നന്നായിട്ടൊന്ന് സിഫ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പഞ്ചസാരയാണ് വേണ്ടത്. 1 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്ത ചോക്ലേറ്റ് ഇല്ലേ, അത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് തണുക്കട്ടെ. എന്നിട്ടൊരു 4 മുട്ട എടുത്ത് അതിലൊരു 2 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. ഇത് ബീറ്റർ വെച്ച് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതിലോട്ട് നമുക്ക് ഷുഗർ കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ഒന്ന് അതിലൊന്ന് മിക്സായി കിട്ടണം, അലിഞ്ഞ് കിട്ടണം, തരികൾ കാണരുത്, അത്രയേ ഉള്ളൂ. അതുവരെ നമുക്ക് മിക്സ് ചെയ്താൽ മതി, അല്ലാതെ പതഞ്ഞ് വരെയൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചോക്ലേറ്റ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്താണ് എടുക്കേണ്ടത്. അത് നല്ല തണുത്ത ശേഷം മാത്രം ഇതിലോട്ട് ചേർക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഈ അരിച്ച് വെച്ചിരിക്കുന്ന ഫ്ലോറ് 2 പ്രാവശ്യമായിട്ട് ചേർത്തിടും. നമ്മൾ കേക്കിലൊക്കെ ചേർക്കുന്ന പോലെ വളരെ പതിയെ ചെയ്യണമെന്നൊന്നുമില്ല, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് നട്ട്സാണ് ചേർക്കാനുള്ളത്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒരു ടേസ്റ്റ് റിച്ചായിരിക്കാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. അതോടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ 9 ഇഞ്ചിൻ്റെ മോൾഡ് ചെയ്യാം. എനിക്ക് ഹൈറ്റ് വേണം, ടവർ ചെയ്യാൻ വേണ്ടിയാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. കണ്ടോ, ഇനി അതിൽ കുറച്ച് ബാറ്റർ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ന്യൂട്ടെല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ന്യൂട്ടെല്ല എൻ്റെ അത് കുറച്ച് കട്ടിക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ച് കട്ടിക്ക് ഇരിക്കുമ്പോൾ നമുക്ക് കടിക്കുന്ന സമയത്ത് ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയാണ്. എന്നിട്ട് ബാക്കി ബാറ്ററൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സ്ക്വയർ ഉപയോഗിച്ച് നമുക്കൊന്ന് എല്ലായിടും ഒന്ന് വരഞ്ഞു കൊടുക്കുമ്പോൾ എല്ലായിടത്തോട്ടും ആ ചോക്ലേറ്റിൻ്റെ ഇതങ്ങ് എത്തിക്കോളും, ആ ന്യൂട്ടെല്ലയുടെ ഫ്ലേവർ എത്തും. നമുക്കിതിൽ വേണമെങ്കിൽ ഡയറി മിൽക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം, ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം, എന്താണോ ചെയ്യാം. നമുക്ക് റിച്ച് ആക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമുക്കിനി നട്ട്സാണ് ഇട്ട് കൊടുക്കേണ്ടത്. അധികം ഇട്ട് ടാപ്പ് ചെയ്യേണ്ട, കാരണം നമ്മളിതിൽ നട്ട്സ് ഇട്ടിട്ടുള്ളതുകൊണ്ട് അടിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. മുകളിൽ നിറയെ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ചോക്ലേറ്റും ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ടൊരു 170 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണേ. ഞാൻ ബേക്ക് ചെയ്യുന്ന വീഡിയോൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 170 ഡിഗ്രിയിൽ ഒരു 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ ആവുന്നതിന് സ്ക്വയർ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. അറിയാം, ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.